മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ ആ മെത്തേഡിന്റെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ രീതിയിൽ വെറൈറ്റീസ് ചോദിക്കാം അഥവാ എക്സ്ട്രാ നിങ്ങൾ എന്തൊക്കെ ആ ഒരു മെത്തേഡിൽ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും കോമ്പിനേഷൻ ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് RHS വരാം, അഥവാ R of X എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 2 or more ഫംഗ്ഷൻസ് ആവാം. ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പം അവിടെ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ഓരോ ഫംഗ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്ലേസിൽ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും നമ്മൾ അസ്യൂം ചെയ്യുന്ന ട്രയൽ സൊല്യൂഷനും തമ്മിൽ കോമൺ ആയിട്ട് ടേംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും ട്രയൽ സൊല്യൂഷനും തമ്മിൽ ഒരു ടേമും ഷെയർ ചെയ്യുന്നില്ല, ഒരു കോമൺ ടേംസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ വേണം ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മോഡിഫൈഡ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ വേണം എഴുതാൻ. നിലവിൽ നിൽക്കുന്ന ട്രയൽ സൊല്യൂഷൻ നമുക്ക് അവിടെ ആപ്ലിക്കബിൾ അല്ല ഇഫ് ദർ ഈസ് എനി കോമൺ ടേംസ് ബിറ്റ്വീൻ ഏതൊക്കെയാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും ട്രയൽ സൊല്യൂഷനും. ഇനി ഏതെങ്കിലും കോമൺ ടേം ഉണ്ടെങ്കിൽ നമ്മൾ മോഡിഫൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം, അഥവാ മോഡിഫൈഡ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതെങ്ങനെയാണെന്ന് പ്രോബ്ലത്തിലൂടെ പഠിക്കുന്നതാണ് എളുപ്പം. കാരണം പ്രോബ്ലത്തിലൂടെ പഠിക്കുമ്പോൾ ആ ഒരു കേസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രോബ്ലത്തിലൂടെ പഠിക്കുമ്പോൾ അതങ്ങ് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങ് പഠിച്ചു പോകാം. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y is equal to e raised to x plus 2. അപ്പൊ നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ ആദ്യമേ തുടങ്ങാം. സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d സ്ക്വയർ y ബൈ dx സ്ക്വയർ ആണ്. 2 into y is equal to e raised to x plus 2. d by dx ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d സ്ക്വയർ y plus 2y is equal to e raised to x plus 2. y പുറത്തെടുത്താൽ d സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു y ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് 2. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? b മാറ്റി m ആക്കിയാൽ മതി. m സ്ക്വയർ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് m സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2. m ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 2, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2i. സോ m ഇസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ എഴുതണം? 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2i എന്ന് എഴുതണം. എന്നിട്ട് m1 പ്ലസ് ഓർ മൈനസ് m2i ആയിട്ട് വായിക്കണം. സോ m1 പ്ലസ് ഓർ മൈനസ് m2i ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? e റൈസ് ടു m1x ഇൻറ്റു c1 cos m2x പ്ലസ് c2 sin m2x ആണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു e റൈസ് ടു m1 ന്റെ പ്ലേസിൽ 0, m2 ന്റെ പ്ലേസിൽ റൂട്ട് 2, 0x ഇൻറ്റു c1 cos റൂട്ട് 2x പ്ലസ് c2 sin റൂട്ട് 2x. So this is equal to any number raised to 0 is 1. അപ്പൊ ഇത് 1 ആയി പോകും. ബാക്കി c1 cos റൂട്ട് 2x പ്ലസ് c2 sin റൂട്ട് 2x. അപ്പൊ ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി. നെക്സ്റ്റ് ഞാൻ ആരെ കാൽക്കുലേറ്റ് ചെയ്യണം? പർട്ടിക്കുലർ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ട്രയൽ സൊല്യൂഷൻ അസ്യൂം ചെയ്യണം. സോ ട്രയൽ സൊല്യൂഷൻ. സോ അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്ന ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് yp ആണ്. പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ. സോ yp is equal to ഇനി നമ്മുടെ RHS നോക്കിയാൽ അഥവാ R of X നോക്കിയിട്ടാണ് ഞാൻ ട്രയൽ സൊല്യൂഷൻ എടുക്കുന്നത്. e raised to x ആകുമ്പോൾ എന്താ എടുക്കേണ്ടത് എനിക്കറിയാം? a e raised to x ആണെന്ന് അറിയാം. ആ ടേബിൾ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റിലെ തന്നെ ഏതൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഏതൊക്കെ ട്രയൽ സൊല്യൂഷൻ ആണ് എടുക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. പ്ലസ് കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ അനദർ കോൺസ്റ്റന്റ് ഞാൻ b എന്ന് വിളിക്കുകയാണ്. ഇപ്പൊ സാധാരണ ഞാൻ നേരത്തെ പഠിപ്പിച്ചത്, ഇപ്പം ഒരു k എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വന്നാൽ a എന്ന് വിളിക്കാനാണ് ഞാൻ പഠിപ്പിച്ചത്. ഹിയർ a ഓൾറെഡി യൂസ്ഡ് ആണ്, ശരിയല്ലേ? a ഓൾറെഡി യൂസ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ b എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ e റൈസ് ടു x ആണെങ്കിൽ a e റൈസ് ടു x, e റൈസ് ടു ax ആണെങ്കിൽ എങ്ങനെ പഠിച്ചത്? k e റൈസ് ടു ax ആണെങ്കിൽ a e റൈസ് ടു ax എടുക്കണമെന്നാണ് പഠിച്ചത്, ശരിയല്ലേ? അതേ സെയിം സാധനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ടേബിൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കാരണം ഏത് ഫംഗ്ഷൻ ആണ് നമുക്ക് R of X ആയിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള എത്രയുമാണോ അത്രയും ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? yp കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? yp ഞാൻ y എന്നുള്ള പേരിട്ട് വിളിക്കണം. y is equal to a e raised to x പ്ലസ് എന്താണ്? b. ഞാൻ എന്തൊക്കെ കണ്ടുപിടിക്കണം?
ക്വസ്റ്റ്യൻ ഈസ് സെക്കൻഡ് ഓർഡർ. സ്റ്റെപ്സ് അറിയാലോ. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് സെക്കൻഡ് ഓർഡർ, find the first order derivative and second order derivative. If the question is nth order, find the first order, second order and up to nth order. മാക്സിമം നിങ്ങൾക്ക് ഇവിടെ വരെ വരാം തേർഡ് ഓർഡർ, അല്ലെങ്കിൽ മാക്സിമം പോയ ഫോർത്ത് ഓർഡർ, അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, then after that substitute these derivatives in the main equation. അല്ലെ, substitute these derivatives in the question and simplify it and compare the coefficients of like terms to get constants. Clear? ഇതാണ് നമ്മുടെ സ്റ്റെപ്സ്. സോ അതിനുവേണ്ടി എനിക്ക് എന്ത് വേണം? y ഡബിൾ ഡാഷ് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം y ഡാഷ് കണ്ടുപിടിക്കും. y ഡാഷ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു e റൈസ് ടു എക്സ് ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ് തന്നെ, b കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആയി പോകും. y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു e റൈസ് ടു എക്സ് ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ് തന്നെ. ക്ലിയർ? അപ്പൊ എനിക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ച് ഇനി അത് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് എഴുതുവാണേ. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു e റൈസ് ടു എക്സ് പ്ലസ് 2. y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ a e റൈസ് ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് 2 ഇൻറ്റു y യുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? a e റൈസ് ടു എക്സ് പ്ലസ് b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈക്വൽ ടു e റൈസ് ടു എക്സ് പ്ലസ് 2. ക്ലിയർ? സോ a e റൈസ് ടു എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ, 2a e റൈസ് ടു എക്സ് പ്ലസ് 2b ഇസ് ഈക്വൽ ടു e റൈസ് ടു എക്സ് പ്ലസ് 2. ക്ലിയർ? രണ്ട് എ ഇ റൈസ് ടു എക്സിന്റെ കൂടെ ഒരു എ ഇ റൈസ് ടു എക്സ് കൂട്ടിയാൽ 3 എ ഇ റൈസ് ടു എക്സ്. ശരിയല്ലേ? 2x കൂടെ ഒരു എക്സ് കൂട്ടിയാൽ 3x. അതേപോലെ തന്നെ 2 എ ഇ റൈസ് ടു എക്സിന്റെ കൂടെ ഒരു എ ഇ റൈസ് ടു എക്സ് കൂട്ടിയാൽ 3 എ ഇ റൈസ് ടു എക്സ് പ്ലസ് 2b ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് എന്താണ് 2. ഇനി എന്ത് ചെയ്യണം? ലൈക്ക് ടേംസിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ഇ റൈസ് ടു എക്സ്, രണ്ട് സൈഡിലും ഇ റൈസ് ടു എക്സ് ഉണ്ട്. സോ ഇക്വേറ്റിംഗ് coefficient of e raised to x. So ഇവിടെ e raised to x ന്റെ coefficient എന്താണ്? 3a. ഇവിടെ e raised to x ന്റെ coefficient എന്താണ്? 1. അവിടെ എനിക്ക് a is equal to എന്ത് കിട്ടും? 1/3 കിട്ടും. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? a യുടെ വാല്യൂ കിട്ടി. Then next ഇനി എന്ത് ചെയ്യണം? Equating constants. Equating constants. കോൺസ്റ്റന്റ്സിനെ ഞാൻ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. സോ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? 2b. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? 2. അവിടുന്ന് b യുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? 2/2. b is equal to എന്ത് കിട്ടും? 1. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എയും കിട്ടി, ബിയും കിട്ടി. എയും ബിയും കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രലിനകത്ത് ആ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? yp is equal to, therefore yp is equal to a യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, e raised to x പ്ലസ് b യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട്. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? പർട്ടിക്കുലർ ഇന്റഗ്രലും കിട്ടി, കോംപ്ലിമെന്ററി ഫംഗ്ഷനും കിട്ടി. ഫൈനൽ സൊല്യൂഷൻ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. y is equal to yc plus yp is the final solution. So this is equal to yc യുടെ പ്ലേസിൽ c1 cos root 2x plus c2 sin root 2x plus ഇപ്പോൾ നമ്മുടെ yc കംപ്ലീറ്റ് ആയി. ഇനി yp ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 1/3 e raised to x plus എന്താണ്? 1. So this is the final solution. c1 cos root 2x plus c2 sin root 2x plus 1/3 e raised to x plus 1. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സിറ്റി എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം സോൾവ് y double dash plus 3y dash plus 2y is equal to x plus 1 using method of undetermined coefficients. ഇപ്പൊ എല്ലാത്തിന്റെയും കൂടെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കണം. സ്ഥിരം പരിപാടികളൊക്കെ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. സോ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? d2y/dx² പ്ലസ് 3 ഇൻറ്റു y ഡാഷ് എന്ന് പറയുമ്പോൾ dy/dx പ്ലസ് 2y ഇസ് ഈക്വൽ ടു എന്താണ്? x പ്ലസ് 1. d/dx ന് ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d2y പ്ലസ് 3dy പ്ലസ് 2y ഇസ് ഈക്വൽ ടു എന്താണ്? x പ്ലസ് 1. y പുറത്തെടുത്താൽ d² പ്ലസ് 3d പ്ലസ് 2 ഇൻറ്റു y ഇസ് ഈക്വൽ ടു x പ്ലസ് 1. സോ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m² പ്ലസ് 3m പ്ലസ് 2 ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? സോ സമ്മ് 3 കിട്ടണം, പ്രോഡക്റ്റ് 2 കിട്ടണം. ഏതൊക്കെയാണ്? 2 1 അല്ലേ? 2 1 സമ്മ് 3 കിട്ടുന്നുണ്ട്, പ്രോഡക്റ്റ് 2 കിട്ടുന്നുണ്ട്. സോ
എം പ്ലസ് ടു ഇൻറ്റു എം പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എന്താണ് 0. എം പ്ലസ് ടു ഇൻറ്റു എം പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് എം ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? -2 ഒരു ആൻസർ കിട്ടും. എം ഇസ് ഈക്വൽ ടു -1 ഒരു ആൻസർ കിട്ടും. ക്ലിയർ? അപ്പൊ എനിക്ക് എമ്മിന് 2 ആൻസേഴ്സ് കിട്ടി. രണ്ടും റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു c1 e റൈസ് ടു -2x c1 e റൈസ് ടു -2x പ്ലസ് c2 e റൈസ് ടു -x. c1 e റൈസ് ടു -2x പ്ലസ് c2 e റൈസ് ടു എന്താണ്? -x. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി. ഇനി പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രയൽ സൊല്യൂഷൻ എടുക്കണം. ട്രയൽ സൊല്യൂഷൻ എന്താണ്? yp ആണ്. സോ yp is equal to ഇവിടെ റൈറ്റ് സൈഡിൽ എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. ശ്രദ്ധിക്കണം, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം e റൈസ് ടു എക്സ് പ്ലസ് അപ്പൊ e റൈസ് ടു എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഞാൻ അവിടെ e റൈസ് ടു എക്സ് എന്തായാലും എടുക്കണം. ശരിയല്ലേ? ഇതിപ്പോ ഇത്രയും സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഒരു പോളിനോമിയൽ ആയിട്ട് എടുക്കാം. ശരിയല്ലേ? ഒരു പോളിനോമിയൽ വരുന്ന കേസിൽ ഞാൻ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആ ഹയസ്റ്റ് പവർ വരുന്ന പോളിനോമിയലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളെ മാത്രം ഞാൻ എഴുതിയാൽ മതി. ബാക്കി എല്ലാ ലോവസ്റ്റ് പവറും അതിനുള്ളിൽ വന്നോളും. അതുകൊണ്ടാണ് കേട്ടോ. അതിന്റെ മീനിങ് വൈസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഇപ്പൊ ഇവിടെ ഹയസ്റ്റ് പവർ എന്താണ്? എക്സ് റൈസ് ടു 1 ആണ്. അപ്പൊ ഈ എക്സിന്റെ മാത്രം ഞാൻ എടുത്താൽ മതി. അതായത് എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താ എടുക്കേണ്ടതെന്ന് എനിക്കറിയാം. എ എക്സ് പ്ലസ് ബി ആണെന്ന് അറിയാം. ടേബിളിനകത്ത് പഠിച്ചതാണ്. ശരിയല്ലേ? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എ എക്സ് പ്ലസ് ബി ആണ്. പിന്നെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റിന്റെ ഒരു സിയും കൂടി ഇടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അതിന്റെ ആവശ്യമില്ല. ശരിക്കും ബി പ്ലസ് സി ആണ് അനദർ കോൺസ്റ്റന്റ്. നമുക്ക് വേണമെങ്കിൽ ബി എന്ന് തന്നെ എടുക്കാം. അതുകൊണ്ടൊക്കെയാണ് അത് അങ്ങനെ വരുന്നത്. നിങ്ങൾ തൽക്കാലം ഇത്ര ഓർത്താൽ മതി. ഇവിടെ എക്സ് ആണ് വരുന്നെങ്കിൽ ആ എക്സിന്റെ മാത്രം എടുത്താൽ മതി. കൂടെയുള്ള ആളുടെ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു എക്സ്പോണൻഷ്യലോ അല്ലെങ്കിൽ ഒരു സൈനുസോയിഡലോ ഒക്കെ വരുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ നമ്മൾ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പോളിനോമിയലിന്റെ കേസ് മാത്രമാണ് പറയുന്നത്. ബാക്കി ഏത് വന്നാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള yp എടുക്കാൻ നമുക്കറിയാം. ഇൻ ദ കേസ് ഓഫ് പോളിനോമിയൽ നമ്മൾ yp ചൂസ് ചെയ്യുന്ന കേസിൽ, അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് പോളിനോമിയൽ ഇതാണ് വരുന്നത്. അതായത് ഒരു എക്സ് പ്ലസ് 1 വരുന്ന കേസ് ഞാൻ പറഞ്ഞു. ഇപ്പം ഇങ്ങനെയാ വരുന്നതെന്ന് വിചാരിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ മാത്രം എടുത്താൽ മതി. എക്സ് സ്ക്വയറിന്റെ മാത്രം എടുത്താൽ മതി. എക്സ് സ്ക്വയറിന്റെ yp എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. മനസ്സിലാവുന്നോ? ഇപ്പൊ എക്സ് ക്യൂബ് പ്ലസ് ഇതിന്റെ തൊട്ടിപ്പുറത്ത് എക്സ് ക്യൂബ് ഉണ്ടോന്ന് വിചാരിക്കാം. എക്സ് ക്യൂബ് ഉണ്ടോന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്തെടുത്താൽ മതി? എക്സ് ക്യൂബിന്റെ yp മാത്രം എടുത്താൽ മതി. അഥവാ എക്സിന്റെ ഹയസ്റ്റ് പവർ ആർക്കാണോ അവരുടെ yp മാത്രം എടുത്താൽ മതി. പക്ഷെ അപ്പൊ ഈ ബാക്കിയുള്ള ടേംസ് എല്ലാം അതിന്റെ കൂട്ടത്തിലാകും പൊക്കോളും. അപ്പൊ അവന്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു സൈൻ എക്സ് കിടപ്പുണ്ടെങ്കിൽ ഞാൻ സൈൻ എക്സിന്റെ എടുക്കണം. എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് എടുക്കണം. ഒരു ഇ റൈസ് ടു എക്സ് കിടപ്പുണ്ടെങ്കിൽ ഞാൻ എ ഇ റൈസ് ടു എക്സ് എടുക്കണം. മനസ്സിലാവുന്നു? ഈ ഒരു പോളിനോമിയൽ ടേംസ് വരുന്ന കേസിൽ മാത്രമാണ് ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി പറഞ്ഞത്. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് വരുന്ന ടേമിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ബാക്കിയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? സോ ഇവിടെ ആ ഒരു കേസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ yp is equal to നിങ്ങൾ നോക്കിയേ, എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഞാൻ എക്സിന്റെ മാത്രം എടുത്താൽ മതി. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് വരുന്ന രീതിയിൽ എക്സിന്റെ മാത്രം എടുത്താൽ മതി. എക്സിന്റെ എന്താണെന്ന് എനിക്കറിയാം. എ എക്സ് പ്ലസ് ബി ആണെന്ന് എനിക്കറിയാം. എ എക്സ് പ്ലസ് ബി ആണ് എക്സിന്റെ yp എന്ന് എനിക്കറിയാം. yp ആയി കഴിഞ്ഞു. ഇനി സ്ഥിരം പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. സോ yp ഞാൻ y എന്ന് വിളിക്കണം. y is equal to എ എക്സ് പ്ലസ് ബി. ഞാൻ y ഡാഷ് കണ്ടുപിടിക്കണം. a ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയി പോകും. പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് 0. y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡെറിവേറ്റീവ് 0. ക്ലിയർ? ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതുവാണേ. y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ 0 പ്ലസ് 3 ഇൻറ്റു y ഡാഷിന്റെ പ്ലേസിൽ a പ്ലസ് 2 ഇൻറ്റു വൈയുടെ പ്ലേസിൽ എ എക്സ് പ്ലസ് ബി. രണ്ട് ടേംസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടു. എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 1. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. 3a പ്ലസ് 2ax പ്ലസ് 2b ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 1. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആൻഡ് ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്തോ. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2a ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. സോ 2a ഇസ് ഈക്വൽ ടു 1. അവിടെ എന്ത് കിട്ടും? 1/2. നെക്സ്റ്റ് എന്താണ്? ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്.
ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? 3a പ്ലസ് 2b. 3aയും കോൺസ്റ്റന്റ് ആണ്, 2bയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടോട്ടലി കോൺസ്റ്റന്റ് എന്താണ്? 3a പ്ലസ് 2b ആണ് നമ്മുടെ കോൺസ്റ്റന്റ്. റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ആരാണ്? 1. ശരിയല്ലേ? എയുടെ പ്ലേസിൽ 1/2 കൊടുത്തോ. 3 into 1/2 plus 2b is equal to 1. That is 3/2 plus 2b is equal to 1. അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? 2b is equal to 1 minus 3/2. 2b is equal to ക്രോസ് ചെയ്യുമ്പോൾ 2 minus 3/2 that is minus 1/2. അവിടുന്ന് b is equal to minus 1/2 into 2 എന്ന് വരും. ഇവിടെ 2 മൾട്ടിപ്ലൈഡ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ആവും. that is minus 1/4. സോ അപ്പൊ ബിയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? minus 1/4 കിട്ടി. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ypയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore yp is equal to എയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/2x പ്ലസ് ബിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? minus 1/4. ഓക്കെ, അതായത് x/2 minus 1/4. ഇതാണ് നമ്മുടെ yp എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? y is equal to yc plus yp, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മുടെ ഉണ്ട് c1 e raised to minus 2x പ്ലസ് c2 e raised to minus x പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ്? x/2 minus 1/4. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. c1 e raised to minus 2x പ്ലസ് c2 e raised to minus x പ്ലസ് x/2 മൈനസ് എന്താണ്? 1/4. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോജിക് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് ബൈ യൂസിംഗ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. y triple dash minus 8y is equal to x raised to 4 plus 2x plus എന്താണ്? 1. അപ്പൊ ആദ്യമേ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ പരിപാടി നോക്കാം. സോ അതിനു വേണ്ടിയിട്ട് y triple dash എന്ന് പറഞ്ഞാൽ എന്താണ്? d cube y by dx cube ആണ്. d cube y by dx cube minus 8y is equal to x raised to 4 plus 2x plus എന്താണ്? 1. d cube y by dx cube എന്ന് പറഞ്ഞാൽ d cube y minus 8y is equal to x raised to 4 plus 2x plus 1. ക്ലിയർ? ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. y പുറത്തെടുത്താൽ d cube minus 8 into y is equal to x raised to 4 plus 2x plus 1. ക്ലിയർ? ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m cube minus 8 is equal to 0. m cube minus 8 is equal to 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് a cube minus b cube is equal to a cube minus b cube is equal to a minus b into a square plus ab plus b square. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിടാം. ഇത് ബുദ്ധിമുട്ടുള്ളവർ കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യന്റ് അടിച്ച് സോൾവ് ചെയ്യുക കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർ കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യന്റ് അടിച്ച് സോൾവ് ചെയ്യുക. എനിവേസ് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടണം. So a cube minus b cube is equal to a minus b into a square plus ab plus b square. So this is equal to, so അതനുസരിച്ച് m cube minus 8 can be written as 2 cube. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. m minus 2 into m square plus 2m plus 4 എന്ന് വരും. ശരിയല്ലേ? This is equal to എന്താണെന്ന് നമുക്കറിയാം? 0 ആണെന്നറിയാം. So m മൈനസ്, അപ്പൊ a ഇൻറ്റു ബി 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ m മൈനസ് 2 0 ആവണം, അല്ലെങ്കിൽ m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 4 0 ആവണം. അവിടുന്ന് m ന്റെ വാല്യൂ എനിക്ക് ഒരു വാല്യൂ പ്ലസ് 2 കിട്ടും. ഇവിടുന്ന് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. നിങ്ങൾ ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടണ്ട, എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റർ കോഎഫിഷ്യന്റ് അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഞാൻ 4നെ 3+1 എന്ന് എഴുതി. എന്നിട്ട് ആദ്യത്തെ 3 പേര് ചേർന്നിട്ട് ഞാൻ m+1 ഹോൾ സ്ക്വയർ ആക്കും. പ്ലസ് 3 ഇപ്പുറത്ത് വരുമ്പോൾ -3. അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? m+1 is equal to root of -3, that is plus or minus root 3i. m is equal to -1 plus or minus root 3i. m1 plus or minus m2i ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ആൻസർ ഞാൻ എഴുതണം. ഓക്കെ, ഇപ്പൊ ഒരെണ്ണം എനിക്ക് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ടുള്ള കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? e raised to 2x വരും അല്ലെ? ഒരു റൂട്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ c1 e raised to m1x, c2 e raised to m2x. ആ കൺസെപ്റ്റ് ആണ്. c1 e raised to 2x, c1 e raised to 2x, c1 e raised to 2x plus
അടുത്ത റൂട്ട് എന്താണ് m1 പ്ലസ് ഓർ മൈനസ് im2 ആണ്. സോ ദാറ്റ് ഈസ് e റൈസ് ടു m1x. m1 എന്ന് പറയുന്നത് എന്താണ് -1x. സോ -x ഇൻറ്റു c1 cos m2x. m2 എന്താണ് √3x പ്ലസ് c2 sin √3x. c1 cos √3x പ്ലസ് എന്താണ് c2 sin √3x. ശരിയല്ലേ, പഠിച്ചാണ്. e റൈസ് ടു m1x ഇൻറ്റു c1 cos m2x പ്ലസ് c2 sin m2x. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് m1 പ്ലസ് ഓർ മൈനസ് im2 ന്റെ സൊല്യൂഷൻ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇതൊന്നും തുടക്കമാണേ. സോ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങോട്ടൊന്ന് കയറ്റി എഴുതുവാണ്. c2 sin √3x എന്താണ് c2 sin √3x പ്ലസ് c2 sin √3x. ക്ലിയർ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി. നെക്സ്റ്റ് ഇനി എന്തിന്റെ പരിപാടി നോക്കാം? പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ പരിപാടി നോക്കാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ്? yp. ദാറ്റ് ഈസ് അവർ ട്രയൽ സൊല്യൂഷൻ. ട്രയൽ സൊല്യൂഷൻ yp is equal to ഞാൻ പറഞ്ഞു ഇത് മൊത്തത്തിൽ എന്താണ് പോളിനോമിയൽ ആണ്. ഹയസ്റ്റ് പവർ ഓഫ് x വരുന്ന ആളെ മാത്രം ഞാൻ എടുത്താൽ മതി. സോ എന്ത് മാത്രം എടുത്താൽ മതി? x⁴ മാത്രം ഞാൻ കൺസിഡർ ചെയ്താൽ മതി. ശരിയല്ലേ? x⁴ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ എന്താണ്? ax⁴ പ്ലസ് bx² bx³ പ്ലസ് cx² പ്ലസ് dx പ്ലസ് e. x⁴ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ എന്താണ്? ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഈ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് പഠിപ്പിച്ച ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. ax⁴ പ്ലസ് bx³ പ്ലസ് cx² പ്ലസ് dx പ്ലസ് എന്താണ് e. സോ അത് മാത്രം എടുത്താൽ ബാക്കി എല്ലാത്തിന്റെ ഇതിനുള്ളിൽ തന്നെ വന്നോളൂ. അപ്പൊ നമുക്ക് പ്രശ്നം വരുന്നില്ല. അപ്പൊ yp നമ്മൾ ഇത് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? ഓക്കെ, yp ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങളുടെ ഒരു കണ്ണ് വേണ്ട ഒരു സംഭവം ഉണ്ട്. ഈ പൈസയും വൈപ്പിക്കാത്ത ഇടയ്ക്ക് എന്തെങ്കിലും കോമൺ ടേംസ് ഉണ്ടോ നോക്കണം. കോമൺ ടേംസ് ഉണ്ടെങ്കിൽ മോഡിഫൈഡ് yp ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? മോഡിഫൈഡ് yp അത് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആ സെറ്റ് എല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കി തരാൻ വേണ്ടിയാണ്. ആദ്യമേ നമുക്ക് ഇങ്ങനെ കോമ്പിനേഷൻസിന്റെ ചെയ്യാം. അത് കഴിഞ്ഞ് അങ്ങനെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും, അതായത് വൈസിക്കും വൈപ്പിക്കാത്തും കോമൺ ആയിട്ട് ആരെങ്കിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അത് മസ്റ്റ് ആയിട്ട് നോക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ e⁻²x ഉണ്ട്. ഇവിടെയും കൂടെ ഒരു e⁻²x വരുവാണെന്ന് വെച്ചോ. അപ്പൊ രണ്ടിടത്തും കോമൺ ആയിട്ട് e⁻²x ആയില്ലേ. അപ്പൊ എനിക്ക് ഈ yp വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മോഡിഫൈഡ് yp, ഒരു ഡ്യൂപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ മോഡിഫൈഡ് yp വേണം ഞാൻ യൂസ് ചെയ്യാൻ. ആ മോഡിഫൈഡ് ypയുടെ കേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് തൽക്കാലം കോമൺ ആയിട്ട് വരാത്തവരുടെ കേസ് റൈറ്റ് സൈഡിൽ കോമ്പിനേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ yp ഞാൻ y എന്ന് വിളിക്കണം. y is equal to എന്താണ്? ax⁴ പ്ലസ് bx³ പ്ലസ് cx² പ്ലസ് dx പ്ലസ് എന്താണ് e. ഇനി എന്ത് വേണം? എനിക്ക് y⁻' വരെ വേണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞു nth ഓർഡർ ആണെങ്കിൽ nth ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണം. തേർഡ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അപ് ടു തേർഡ് ഓർഡർ വരെ ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം സെക്കൻഡ് ഓർഡർ ആണ്. ഇത് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഹയർ ഓർഡർ നോൺ ഹോമോജീനിയസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ y' കണ്ടുപിടിക്കാം. y' is equal to a into x⁻⁴ ന്റെ ഡെറിവേറ്റീവ് 4x³ പ്ലസ് b into x³ ന്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് c into x² ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് d into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് e യുടെ ഡെറിവേറ്റീവ് 0. സോ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. 4ax³ പ്ലസ് 3bx² പ്ലസ് 2cx പ്ലസ് എന്താണ് d. ഇനി എന്ത് വേണം? y'. 4a into x³ ന്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് 3b into x² ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2c into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് d യുടെ ഡെറിവേറ്റീവ് 0. ഒന്നുകൂടെ മോഡിഫൈഡ് എഴുതാം. y'' is equal to 12ax² പ്ലസ് 6bx പ്ലസ് 2c. ഇനി മൾട്ടിപ്ലൈ ചെയ്തല്ലോ. ക്ലിയർ അല്ലേ? 3 into 4 12, 3 into 2 6. ഇനി എനിക്ക് y'' വേണം. 12a മാറ്റി നിർത്തി x² ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 6b into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 2c കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0. ഓക്കെ, അതായത് y'' is equal to ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24ax പ്ലസ് 6b. 24ax പ്ലസ് 6b. അപ്പൊ എനിക്ക് എന്തൊക്കെ വേണം അവിടെ കൊടുക്കാനായിട്ട്? y'' വേണം,
y ട്രിപ്പിൾ ഡാഷ് വേണം, പിന്നെ y വേണം. y ട്രിപ്പിൾ ഡാഷ് വേണം, y വേണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഈ y ട്രിപ്പിൾ ഡാഷും y ഞാൻ ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്, ഇമ്പോർട്ടന്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഡബിൾ ഡാഷ് y ട്രിപ്പിൾ ഡാഷിന്റെ പ്ലേസിൽ നമ്മളിപ്പോ കണ്ടുപിടിച്ച y ട്രിപ്പിൾ ഡാഷ് 24ax plus 6b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 24ax plus 6b y ട്രിപ്പിൾ ഡാഷിന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 24ax plus 6b 24ax plus 6b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് 8 ഇൻറ്റു y യുടെ പ്ലേസിൽ ax raised to 4 plus bx square x cube plus cx square plus dx plus e. Okay, this is equal to right side എന്തുണ്ട് നമുക്ക്? x raised to 4 plus 2x plus 1 നമ്മുടെ കയ്യിലുണ്ട്. ക്ലിയർ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 24ax plus 6b 8 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ എന്ത് വരും? മൈനസ് 8ax raised to 4 മൈനസ് 8bx ക്യൂബ് മൈനസ് 8cx സ്ക്വയർ മൈനസ് 8dx മൈനസ് 8e is equal to x raised to 4 plus 2x plus 1. ക്ലിയർ? x raised to 4 ന്റെ ടേം ഞാൻ ആദ്യം എഴുതും. മൈനസ് 8ax raised to 4 x ക്യൂബിന്റെ ടേം ഞാൻ രണ്ടാമത് എഴുതും. മൈനസ് 8bx ക്യൂബ്. ഇനി എക്സിന്റെ ടേംസ് x സ്ക്വയറിന്റെ ടേംസ് ഒരെണ്ണേ ഉള്ളോ? x സ്ക്വയറിന്റെ ടേം ഒരെണ്ണേ ഉള്ളൂ. മൈനസ് 8cx സ്ക്വയർ. ഇനി എക്സിന്റെ ടേംസ് എന്തൊക്കെയുണ്ട്? 24ax മൈനസ് 8dx. ശരിയല്ലേ? അപ്പൊ അവിടുന്ന് രണ്ട് എക്സ് പുറത്തെടുത്താൽ 24a മൈനസ് 8 ഇൻറ്റു എക്സ് എന്ന് വരും. ശരിയല്ലേ? ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. രണ്ടിടത്തുനിന്ന് എക്സ് പുറത്തെടുത്താൽ 24a മൈനസ് 8d ഇൻറ്റു എക്സ്. മൈനസ് 8d ഇൻറ്റു എന്താണ്? എക്സ്. സംശയം വല്ലതും ഉണ്ടോ? ഇവിടെ 24ax ഉണ്ട്, ഇവിടെ മൈനസ് 8dx ഉണ്ട്. രണ്ടിടത്തുനിന്ന് എക്സ് പുറത്തെടുത്താൽ 24a മൈനസ് 8d ഇൻറ്റു എക്സ്. ദെൻ ഇനി കോൺസ്റ്റൻസ് പ്ലസ് 6b കോൺസ്റ്റന്റ് ആണ്, മൈനസ് 8e കോൺസ്റ്റന്റ് ആണ്. 6b മൈനസ് 8e 6b മൈനസ് എന്താണ്? 8e. This is equal to right side x raised to 4 plus 2x plus എന്താണ്? 1. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x raised to 4 നിങ്ങൾ എഴുതുക. ഞാൻ അത് എഴുതുന്നില്ല, ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ഒന്ന് എഴുതി പോക്കോണേ. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x raised to 4 നിങ്ങൾ എഴുതണം. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x raised to 4. ഇവിടെ x raised to 4 ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 8a. ഇവിടെ x raised to 4 ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1. ശരിയല്ലേ? 1. അവിടുന്ന് a യുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? മൈനസ് 1/8. നിങ്ങൾ എഴുതുക ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? ഇവിടെ മൈനസ് 8b is equal to ഇവിടെ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടോ? എക്സ് ക്യൂബിന്റെ ടേം ഇല്ല, അപ്പൊ എന്താണ്? 0. അവിടുന്ന് b is equal to എനിക്ക് എന്ത് കിട്ടും? 0. നിങ്ങൾ എഴുതുക ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 8c. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ല, കോഎഫിഷ്യന്റ് 0. അവിടുന്ന് c യുടെ വാല്യൂ എന്ത് കിട്ടും? 0. നിങ്ങൾ എഴുതുക ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 24a മൈനസ് 8d is equal to ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2. ക്ലിയർ? ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? 24a മൈനസ് 8d is equal to 2. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് ചെയ്തെടുക്കാം. 24a മൈനസ് 8d is equal to എന്താണ്? 2. ഇനി നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? എയുടെ പ്ലേസിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എനിക്ക് ഇപ്പുറത്ത് കിട്ടിയ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ്? 24a ഞാൻ ഒന്ന് എടുത്ത് എഴുതുവാണേ. 24a മൈനസ് 8d is equal to 2 കിട്ടി. a എന്താണെന്ന് എന്റെ കയ്യിലുണ്ട്? മൈനസ് 1/8 ആണെന്നുണ്ട്. സോ 24 ഇൻറ്റു മൈനസ് 1/8 മൈനസ് 8d is equal to 2. ക്ലിയർ? ഇപ്പൊ മൈനസ് 3 വരും. മൈനസ് 8d is equal to 2. മൈനസ് 8d is equal to 2 മൈനസ് 3 പുറത്ത് വരുമ്പോൾ പ്ലസ് 3. മൈനസ് 8d is equal to 5. d is equal to മൈനസ് 5/8.
അപ്പൊ എനിക്ക് ഡിയുടെ വാല്യൂ എന്ത് കിട്ടി? -5/8 കിട്ടി. ഫൈനലി നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. ഇക്വേറ്റിംഗ് എന്താണ്? കോൺസ്റ്റൻസ്. ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ് അത് മാത്രം ഞാൻ എഴുതി സ്റ്റെപ്പായിട്ട്. ബാക്കിയെല്ലാം നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x⁴, ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x³, ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x², ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x, ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. സോ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? 6b - 8e is equal to റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ഉണ്ട്, അവിടെ എന്താണ്? 1. ക്ലിയർ? b യുടെ പ്ലേസിൽ 0 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 6 × 0 - 8e is equal to 1. So that is 0 - 8e is equal to 1. So അവിടുന്ന് -8e is equal to 1. e is equal to എന്താണ്? -1/8. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? e യുടെ വാല്യൂ കിട്ടി. ക്ലിയർ? ഇനി ഞാൻ ഫൈനൽ ആയിട്ടുള്ള yp ഒന്ന് എടുത്ത് എഴുതുവാണേ. yp is equal to എന്തായിരുന്നു? ax⁴ plus bx³ plus cx² plus dx plus e. ഇതായിരുന്നു yp. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. yp is equal to a യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -1/8 x⁴. b യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0 ആണ്, അപ്പൊ അത് 0 ആയി പോയി. c യുടെ പ്ലേസിൽ 0 ആണ്, അപ്പൊ c യുടെ ടേം 0 ആയി പോയി. d യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -5/8x. e യുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -1/8. ക്ലിയർ? സോ yp is equal to -1/8 x⁴ -5/8x -1/8. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? yp കിട്ടി. ക്ലിയർ? നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? yc plus yp ആണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. ഫൈനൽ സൊല്യൂഷൻ ഞാൻ ഈ ഒരു സ്പേസിലോട്ട് എഴുതുവാണ്. yc plus yp. So y is equal to yc plus yp ആണ് ഫൈനൽ സൊല്യൂഷൻ. yp കിട്ടിയിട്ടുണ്ട്. yc ഞാൻ തുടച്ചു കളഞ്ഞു. e1 e⁻²x plus e⁻−x into e⁻−x into c2 cos √3x plus c3 sin √3x plus yp ഇപ്പൊ കിട്ടി. yp നമുക്ക് കിട്ടിയായിരുന്നു -1/8 x⁴ -5/8x -1/8. Yes. So this is the final solution. Okay. So ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. c1 e⁻²x plus e⁻−x into c2 cos √3x plus c3 sin √3x -1/8 x⁴ -5/8x മൈനസ് എന്താണ്? 1/8. ക്ലിയർ അല്ലേ? ശേഷം നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സും കോഷീസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഓയിലേഴ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒക്കെയാണ്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ആയിട്ട് കാണാം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യമേ പഠിക്കേണ്ടതായിരുന്നു. അത് ഞാൻ അവസാനത്തേക്ക് വെക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ബേസിസ് എന്താണ്, വ്രോൺസ്കി എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്താണ്, ലീനിയർ ഡിപെൻഡൻസ് എന്താണ്, അത് നിങ്ങൾക്ക് എവിടെയും യൂസ് വരും. ഇത് പഠിക്കുമ്പോൾ, അതായത് നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ വ്രോൺസ്കിന്റെ യൂസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യാം. അതിന്റെ സ്റ്റെപ്സിനകത്ത് സെക്കൻഡ് സ്റ്റെപ്പ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ ബേസിസ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വ്രോൺസ്കിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബേസിസ് തന്നിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. സോ അപ്പൊ നമുക്ക് മുമ്പേ പറഞ്ഞ സംഭവമായിട്ട്, അതായത് നമ്മുടെ ട്രയൽ സൊല്യൂഷനകത്തും കോംപ്ലിമെന്ററി ഫംഗ്ഷനകത്തും കോമൺ ആയിട്ട് ഏതെങ്കിലും ടേംസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി.